കൊടുങ്ങല്ലൂർ അമ്മ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണോ സത്യത്തിൽ? സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ സത്യം പറഞ്ഞ രാഷ്ട്രീയം പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് കാലത്ത് കണ്ട വീഡിയോ ഉണ്ടല്ലോ, എന്നെ കൂടെ പറയിച്ചതാ, ഒന്ന് കണ്ടുക്കോ. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ആ പേര് ഫെമിലിയർ ഒന്നല്ല. ഇങ്ങനെ പറഞ്ഞാല് കൃത്യമായിട്ട് അറിയൂ. ഒട്ടകം ഗോപാലൻ കൊത്തി കൊത്തി ഇപ്പൊ ഒമാര് മുറത്തിക്കേറി കൊത്താൻ തുടങ്ങി. അമ്പലനടയിൽ നിന്നുകൊണ്ടൊക്കെയാണ് ഇപ്പൊ വർഗീയത പറഞ്ഞ് വോട്ട് തേണ്ടുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു നിയോഗമായിട്ടായിരിക്കാം ഗുരുവായൂർക്ക് വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർക്ക് വരേണ്ട കാര്യമില്ല. വേറെ എത്ര സ്ഥലമുണ്ട് കേരളത്തില്. ഇവനും നമ്മുടെ പഴയ KM ഷാജിയും തമ്മിൽ എന്താണ് അന്തരം എന്നുള്ളത് ഇപ്പൊ ആലോചിച്ചു പോകും. കേരളത്തിലെ ഏത് സ്ഥലത്ത് മത്സരിക്കാനും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഞാൻ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ്. ഒരു അർജുനായിട്ടാണ് പോകുന്നത്. അർജുനാണോ നകുലനാണോ സഹദേവനാണോ ഭീമനാണോ അതൊക്കെ വേറെ വിഷയം. ഒലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതി. ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്, ഗുരുവായൂരിന്റെ മണ്ണ് വീണ്ടെടുക്കുക എന്നുള്ളത്. ഗോപാൽജി, ഇത് നരേന്ദ്രമോദി ഭരിക്കണ ഗുജറാത്ത് അല്ല. ഇവിടെ പെരുന്നാളും ഈസ്റ്ററും വിഷുവും ഒരുപോലെ ആഘോഷിക്കുന്ന നാടാണ് ഗുരുവായൂർ. എന്തുകൊണ്ട് 50 വർഷമായിട്ട്, നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഭയങ്കര ബഹളമാണ്, കാര്യമായിട്ട് സംസാരിക്കാറുണ്ട്. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആണോ? ഒട്ടക നിങ്ങളിൽ എത്ര MPമാരുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള പാർലമെന്റില്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഇവിടെ വന്ന് മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കണ്ട. ഇവിടെ വർഗീയത വളരില്ല, വളർത്തില്ല. ഞങ്ങൾ കണ്ടു. എല്ലാ പ്രാവശ്യവും ഹിന്ദു വിരോധികളെ ആക്കുന്നത്, ക്ഷേത്ര വിരോധികളെ ആക്കുന്നത് അതെന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നു പറയാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ അവർ? അതെ ഗോപാല, ഇത് ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പിന്നെ അതേപോലെ തന്നെ നിന്റെ ശാഖയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. അതൊന്ന് ഓർത്താ നന്ന് കേട്ടോ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ ആ 2 MLA-മാരെ ഞാൻ വെല്ലുവിളിക്കുക. ക്ഷേത്രത്തിന്റെ പൂജാവിധികളെയും ക്ഷേത്രബിംബത്തെയും ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ് കേരളത്തെ കേരളമാക്കിയത്. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പറയാനുള്ള തന്റെ ഇടം ഇവർക്കുണ്ടോ? ഇവിടെ വർഗീയത വളരില്ല, വളർത്തില്ല. ഞങ്ങൾ കണ്ടോ, നിങ്ങൾ 8 നില പൊട്ടണ കണ്ടോട്ടാ. കാണിച്ചറിയാം ഞങ്ങൾ ഗുരുവായൂര്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.